ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം അഖിൽ വരാൻ നേരത്ത് അയില വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഞാനത് വെട്ടി റെഡിയാക്കി പകുതി മുക്കാൽ ഭാഗത്തോളം വറുത്ത് വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് കുടംപുളി ഇട്ട് നല്ലപോലെ വറ്റിച്ച് വെച്ചു. ഇന്നലെ രാത്രി വേറെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ദോശയാണ്. അപ്പോൾ ദോശയ്ക്ക് കറിയായിട്ടും പിന്നെ ഉച്ചത്തേക്ക് ആയല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കറി ഉണ്ടാക്കി ബാക്കിയുള്ളത് ഫ്രൈയും ചെയ്ത് വെക്കുവാണ് കേട്ടോ. കൊതുകിൻ്റെ ശല്യം കാരണം അല്ലെങ്കിൽ ഞാൻ അകത്തിരുന്ന് തന്നെയാണ് കേട്ടോ മീൻ വെട്ടാറ്. പുറത്തോട്ട് പോകാറില്ല. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നല്ല കൊതുകായിരിക്കും കേട്ടോ. നല്ലപോലെ കൊതുകുണ്ട്. കൊതുക് തിരി വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ദേ അയില വെട്ടിയെടുക്കുവാണ്. അപ്പം ഞാൻ വോയിസ് കൊടുക്കാനായിട്ട് പുറത്തോട്ട് പോയപ്പോഴേക്കും അകത്ത് കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരാളെൻ്റെ അടുത്തുണ്ട്. അകത്ത് പീലിമോള് നല്ല മേളം കേട്ടോ, കരച്ചിലൊക്കെയാണ്. അപ്പോൾ അവൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാശിയായിരിക്കും. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോഴേക്കും കിളികളുടെയൊക്കെ സൗണ്ടാണ് കേട്ടോ, കുയിലിൻ്റെ കാക്കയുടെയൊക്കെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ അകത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പീലിമോൾ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അകത്ത് തന്നെ പോകുന്നു കേട്ടോ. അപ്പം കുഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ അയില മസാലയെല്ലാം പുരട്ടിയിട്ട് വറുത്ത് വെച്ചു. പിന്നെ കറി വെക്കാനുള്ളതും റെഡിയാക്കി വെച്ചു കേട്ടോ. ഇന്നലെ രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്നെനിക്കൊരു പണി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറമ്പിലെ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയണമെന്ന്. അപ്പോൾ രാവിലത്തെ കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പണിക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് കിടന്ന് ഉറങ്ങുവാണ്. പീലിമോള് മോളുടെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പുല്ലൊക്കെ പറിക്കാനായിട്ട് പോകുന്നു. പുല്ല് അല്ല, ഒരുതരം വള്ളിയാണ് കേട്ടോ. വള്ളി ഇങ്ങനെ പടർന്ന് കിടക്കുവാണ്. പിന്നെ അവർ കുറേ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും വലിച്ചു പോക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് കുറച്ച് സ്ഥലം ഇത്തിരി പയർ നടന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എവിടെയാണ് ചോലയില്ലാത്ത സ്ഥലം നോക്കി കാണുന്ന ചപ്പ് ചവറൊക്കെ മാറ്റിയിട്ടും അവിടെ നിന്ന് നടന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ തെക്ക് വശത്ത് ഒരു കുഞ്ഞി കിണറുണ്ടോ കേട്ടോ. അതേത് അപ്പോൾ ആ കിണറിൽ വെള്ളം ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ അതിൽ താമര കൊണ്ടുവന്ന് നടണമെന്ന് എന്തിട്ട് എനിക്ക് അതിങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് കിണറ്റിലിട്ടാൽ മതിയല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വള്ളിയെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. അതിങ്ങനെ വെറുതെ ഇങ്ങനെ പടർന്ന് പോയത് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നതാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് കളയുവാണ്. പിന്നെ ഒരുതരം പുല്ലുണ്ട് കേട്ടോ ഇവിടെ. അതിൽ ഒരു തരം കായുണ്ട്. അത് ഡ്രസ്സിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അതൊക്കെ എടുത്ത് കളയണം. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കുറച്ച് സ്ഥലം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേക്ക് ഈ കിണറിൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ ഈ വള്ളി. അതൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ ഇത് ഇത്രയും സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചോലയില്ലാത്തത്. അപ്പോൾ ഇനി അഖിലിൻ്റെ വീട്ടിൽ നിന്ന് മമ്മട്ടി കൊണ്ടുവരണം കേട്ടോ. എൻ്റെ കയ്യിൽ മമ്മട്ടിയില്ല. മമ്മട്ടി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കിളച്ച് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഈ പുല്ലെല്ലാം പറിച്ച് ഇതേ ആ സൈഡിൽ ഇട്ടേക്കോട്ടോ, അവിടെ കൂട്ടിയിട്ടേക്കോണേ. പിന്നെ ഇതേ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പുല്ല് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കൈ കൊണ്ട് പറിക്കാൻ പറ്റിയതല്ല, തൊട്ടാവാടിയാണ് കേട്ടോ അത്. അപ്പോൾ അതും പറിച്ച് കളയണം. തൊട്ടാവാടി അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ പുല്ലൊക്കെ അപ്പോൾ അവിടെ തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി ഭയങ്കര ദാഹം കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കുകയാണ്. പീലിമോൾ ക്ഷീണിച്ചോ തന്തെന്ന്. പീലിമോൾ ക്ഷീണിച്ചു പറഞ്ഞേ. മോന് വെള്ളം ചോദിച്ചുണ്ട്. മോന് ക്ഷീണിച്ചു പറഞ്ഞേ. പറ ക്ഷീണിച്ചു പോയി. ഞാനേ അട ഉണ്ടാക്കാനേ അരി അരക്കട്ടെ. അടി പച്ചരി ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ഞിട്ടാൻ പറ്റില്ല.
റവയില്ല. കൊടുക്കാൻ പറ്റില്ല കുഞ്ഞിനെ കൊണ്ട്. അപ്പോൾ ഇത് അയിലക്കറിയും അയില ഫ്രൈയും കൂട്ടി ഉച്ചക്കത്തെ ഊണ് വെച്ചിട്ടാണ്. ഞാൻ ചോറ് എടുത്താലും പീലിമോൾക്ക് കൊടുക്കാനായിട്ട് ചോറ് എടുത്താലും ചോറല്ല എന്തെടുത്താലും അപ്പം തന്നെ പുറത്ത് പോകണം കേട്ടോ. പുറത്ത് കൊണ്ടുപോയിട്ട് പൂച്ചേനെ കാണിക്കാൻ പോകണം. അതാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പുറത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോയിട്ട് പീലിമോൾക്കും കൊടുത്ത് ഞാൻ കഴിക്കട്ടെ കേട്ടോ. അവൾ ചിലപ്പോഴേ കഴിക്കുള്ളൂ, വെറുതെ വിളിക്കേണ്ടതാണ്. ചോറെടുത്ത് അപ്പോൾ പുറത്തോട്ട് വരാൻ പറയും. അപ്പോൾ ഞാനേ വാഴയുടെ ആ കൂമ്പല കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് അടയുണ്ടാക്കാനൊരു മോഹം കേട്ടോ. അപ്പോൾ അടയുണ്ടാക്കാനായിട്ട് ഞാൻ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചെടുക്കാൻ പോകട്ടെ. പിന്നെ പച്ചരിയുടെ കൂടെ കുറച്ച് തേങ്ങയും അരക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചോറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങയും പച്ചരിയും കുറച്ച് ചോറും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടയിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാനുള്ള തേങ്ങ വിളയിക്കാനായിട്ട് ചിരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അരിച്ചെടുത്തിട്ട് തേങ്ങയായിട്ട് വിളയിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു പഴം കൂടി, ഏത്തപ്പഴവും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം കുഞ്ഞും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്തു. ഒന്ന് കുറച്ചൊന്ന് വറ്റി വന്നപ്പോഴേക്കും തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴേക്കും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വിളയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടയുണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് തേങ്ങ വിളയിച്ച് കഴിഞ്ഞിട്ടോ. ഇനി അടയുണ്ടാക്കാനായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചു. ഇനി വാഴയില ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. മറന്നുപോയി, എൻ്റെ ഒരു സ്റ്റൗ കംപ്ലൈൻ്റ് ആയിരിക്കാം കേട്ടോ. അത് റെഡിയാക്കാനായിട്ട് ആളെ വിളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റൗവിൽ വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ വാഴയില ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വലിയ ഇല കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയ പീസാക്കി എടുക്കുവാണേ. സാധാരണ അട ഉണ്ടാക്കാൻ നേരത്ത് വാഴയില വാട്ടാറില്ല, എന്നാലും ഞാനിത് കീറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി വാട്ടുവാണ് കേട്ടോ. കൂമ്പലയാണല്ലോ. അപ്പോൾ ഒന്ന് വാട്ടി ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇല എടുക്കാൻ പോകാനായിട്ട് മടിയാണ് കേട്ടോ. ചെറിയ ഇലയുണ്ട്. അപ്പോൾ ഞാൻ ആ കൂമ്പില കണ്ടപ്പോൾ ഇന്നലെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇല വെച്ചിട്ട് അതിലേക്ക് മാവ് ഇങ്ങനെ തവയും കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ദോശ പോലെ പരത്തി കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ടാണ് കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അട ഓരോന്നായിട്ട് സെറ്റാക്കി എടുക്കുവാണേ. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. പിന്നെ പീലിമോളുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കട്ടൻ കാപ്പിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ മീതെ വെച്ചുകൊണ്ടാണ് വെച്ചത് കൂടുതലായി പോയെന്നാണ്. ഏറ്റവും അടിയിലത്തെ 3 വെന്തിട്ടില്ല കേട്ടോ. ഇല ഒരു പച്ച കളർ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഓരോന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അടയും കട്ടൻ കാപ്പിയും കൂടി കഴിച്ചു കേട്ടോ. അടയ്ക്ക് നല്ല മധുരമായിരുന്നു കേട്ടോ, പഴവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല മധുരവും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ ബൈ. പിന്നെ ബാക്കിയുള്ളത് പീലിമോള് പറയൂ കേട്ടോ. Tada,